ഇവിടെ ഈ പെൺകുട്ടിക്ക് ക്യാൻസറാണ്. അങ്ങനെ അവളുടെ അവസാനത്തെ ദിവസങ്ങൾ അവളുടെ അമ്മയുടെ കൂടെ ആഘോഷിക്കാമെന്ന് കരുതിയപ്പോൾ അവളുടെ അമ്മ അവളെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അവൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം അവളുടെ അമ്മ ഒരു പ്രാങ്ക് ആയിരിക്കുമെന്ന് കരുതിയാണ് ഇരുന്നത്. അവളുടെ അമ്മ കൊച്ചിലെ മുതലേ തന്നെ അവളെ നന്നായി നോക്കില്ലായിരുന്നു. അവളുടെ അമ്മ എപ്പോഴും ബിസിയായിരുന്നു. പക്ഷേ അവളുടെ അമ്മ അവളുടെ ചെറുപ്പകാലത്ത് ഒരു ഹെയർ ക്ലിപ്പ് ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ രക്തം ഛർദ്ദിച്ച് വീണത്. അപ്പോൾ തന്നെ ഡോക്ടർമാരും നേഴ്സുമാരും വന്ന് അവളെ രക്ഷിച്ചുവെങ്കിലും അവളുടെ അമ്മ അവളുടെ സ്വപ്നത്തിൽ വരുന്നു. ആ അമ്മ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അവൾ മരിക്കുകയാണ്. പിന്നെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ ശരീരം ഒരു ബെഡിൽ കിടക്കുന്നു. അവളെ ആർക്കും കാണാൻ കഴിയുന്നില്ല. അവൾക്ക് മനസ്സിലായി താൻ മരിച്ചുവെന്ന്. പെട്ടെന്ന് അമ്മയ്ക്കെന്തോ നെഞ്ചുവേദന പോലെ തോന്നുന്നു. അവൾ ആദ്യം തന്നെ അമ്മയെ കാണാൻ പോയിരുന്നു. അമ്മേനെ ഡോക്ടർമാരും നേഴ്സുമാരും വിളിച്ചെങ്കിലും അവർ ഫോൺ എടുത്തതുപോലുമില്ല. അമ്മയെ കാണാൻ പോയപ്പോൾ അമ്മ ഒരു കുട്ടിക്ക് ഒരു മുട്ടായി മരുന്ന് കൊടുക്കുന്നു. അത് കണ്ട് അവൾക്ക് അവളുടെ ചെറുപ്പം ഓർമ്മ വന്നു. അവൾ ചെറുപ്പത്തിൽ ആ മരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവളുടെ അമ്മ അവളെ വഴക്കു പറഞ്ഞായിരുന്നു. അത് കുട്ടികൾക്ക് നിനക്ക് വേണ്ടിയുള്ളതല്ല, ഇവിടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. അവൾക്കിപ്പോഴാണ് എന്തുകൊണ്ടാണ് അമ്മ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. അവളുടെ അമ്മയുടെ കലണ്ടറിൽ നോക്കുമ്പോൾ അവളുടെ ബർത്ത്ഡേ ഡേറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് തന്നെ ആ അമ്മ ഫോൺ എടുത്ത് മകളെ വിളിക്കുന്നു. പക്ഷെ ആരും എടുക്കുന്നില്ല. ആ അമ്മ വിചാരിച്ചു ബർത്ത്ഡേ ആയിട്ടും ഇത്ര നേരമായിട്ട് വിളിക്കാത്തതുകൊണ്ടുള്ള ദേഷ്യം കാരണം ആ കുട്ടി എടുക്കാത്തതായിരിക്കുമെന്ന്. ഉടനെ തന്നെ അമ്മ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ആരുമില്ല. പെട്ടെന്ന് ഡോക്ടർ വിളിച്ചു. ഡോക്ടർമാർ പറഞ്ഞു താങ്കളുടെ മകൾ മരിച്ചിരിക്കുന്നു എന്ന്. ആ അമ്മ ഒരു സ്റ്റൊമക് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പോലും തൻ്റെ മകൾ മരിച്ച വിവരം അറിയാൻ കഴിഞ്ഞില്ല എന്ന വിഷമത്തോടെ ഇരുന്നു. പക്ഷെ അപ്പോഴും ചെറിയൊരു പ്രതീക്ഷയോടെ അവരുടെ മകളെ അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കയച്ച വോയിസ് റെക്കോർഡ് അവർ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ അവർക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു. പക്ഷേ ഇനി എന്തു ചെയ്യാൻ? അവരുടെ മകൾ മരിച്ചുപോയി കഴിഞ്ഞു. ഡോക്ടർ വേഗം വന്ന് ബോഡി വാങ്ങിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അവർ ഉടനെ തന്നെ വന്നു. ബാക്കി അറിയാൻ